കൗമാര കലോത്സവത്തിന് ഇനി 3 നാൾ. പത്മനാഭന്റെ മണ്ണിൽ കലയുടെ താളം മുറുകുമ്പോൾ കപ്പ് ആർക്ക് എന്ന ചോദ്യമാണ് ആകാംക്ഷ നിറയ്ക്കുന്നത്. സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന് തുടക്കമായി. കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂളിൽ നിന്നാണ് പ്രയാണം ആരംഭിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഗുഡ് മോർണിംഗ്. ഇങ്ങനെയാണ് ഇനി 3 നാൾ മാത്രമാണ് കൗമാര കലോത്സവത്തിന് ഉള്ളത്. സ്കൂളുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. കപ്പ് ആർക്ക് എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി ഉയരാൻ പോകുന്നത്. ശക്തമായ മത്സരമാണ് നടക്കുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? വൃന്ദ, ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരത്തിന് ഇനി 3-ാം നാൾ കൊടിയേറും. അതിനു മുന്നോടിയായിട്ടുള്ള സ്വർണ്ണക്കപ്പ് പ്രയാണമാണ് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി കണ്ണൂരിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കപ്പ് കാസർഗോഡേക്ക് എത്തിച്ചത്. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരും MP അടക്കമുള്ള ജനപ്രതിനിധികൾ ഒത്തുചേർന്നാണ് ഈ സ്വർണ്ണക്കപ്പ് സ്വീകരിച്ചത്. ഈ ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണക്കപ്പ് അതീവ സുരക്ഷയിലാണ് കാഞ്ഞങ്ങാടേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇവർ ഏറ്റുവാങ്ങുകയായിരുന്നു. ലളിതമായി സംഘടിപ്പിച്ച ചടങ്ങിന് ശേഷം കാസർഗോഡ് നിന്ന് ഈ സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലായിരിക്കും ഇന്ന് പ്രയാണം ഉണ്ടാകുക. 3-ാം തീയതിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് ഈ സ്വർണ്ണക്കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണത്തിന് ശേഷം എത്തിച്ചേർക്കും. എന്തായാലും വളരെ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ തന്നെ ലളിതമായ രീതിയിലാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ സംഘടിപ്പിച്ചത്. എന്നാൽ പോലും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കാണാനുള്ള അവസരവും ഉണ്ടായിരുന്നു. നിരവധി പേരാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കപ്പ് നേരിട്ട് കാണാൻ ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും ഈ കലയുടെ മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി അല്പ ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. അത് ആരുയർത്തിയാലും അത് ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ തീരുകയും ചെയ്യും. അങ്ങനെ ഈ സ്വർണ്ണക്കപ്പ് എന്നുള്ളതാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആകാംക്ഷാഭരിതമായതും ഏറ്റവും നിർണായകവുമായ കാര്യം. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻ ആകാനുള്ള പോരാട്ടത്തിലാണ് എല്ലാ ജില്ലകളും. കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അവർ പ്രധാനമായും പറഞ്ഞത് കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച സ്വർണ്ണക്കപ്പ് കാസർഗോഡേക്ക് തന്നെ തിരിച്ചെത്തട്ടെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് വിദ്യാർത്ഥികളും പങ്കുവച്ചത്. എന്തായാലും ഈ സ്വർണ്ണക്കപ്പ് ആരുയർത്തും എന്നുള്ളത് നിർണായകമാണ്. കഴിഞ്ഞ തവണ വാശിയേറിയ മത്സരമാണ് ഉണ്ടായത്. കണ്ണൂർ ജില്ലയ്ക്കാണ് ഈ ചാമ്പ്യൻ പട്ടം കിട്ടിയത്. ഇത്തവണയും ചാമ്പ്യൻ പട്ടത്തിന് വേണ്ടി കനത്ത പോരാട്ടം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആരുയർത്തിയാലും ഇത് ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ തീരും. വൃന്ദ, തീർച്ചയായും ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.